CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കി കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി BJP രംഗത്തിറങ്ങുന്നു. കണ്ണൂരിലുൾപ്പെടെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് BJP-യുടെ ഇനിയുള്ള ശ്രമം. ഓരോയിടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അതിനേക്കാളേറെ CPM-നെ ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും BJP-യുടെ വോട്ട് കൂടിയതാണ്. ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് തുടങ്ങി പല CPM കോട്ടകളിലും BJP വാരിക്കൂട്ടിയത് 4 ഇരട്ടിയിലേറെ വോട്ടുകളാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും BJP-ക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത അവിടങ്ങളിൽ 3 അക്ക വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. CPM-നോടുള്ള ജനങ്ങളുടെ വിരോധമാണ് കാര്യമായ പ്രവർത്തനങ്ങളില്ലാതെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വോട്ട് കൂടാൻ ഇടയാക്കിയതെന്നാണ് BJP നേതൃത്വം കരുതുന്നത്. അതിനാൽ തന്നെ ബോംബ് രാഷ്ട്രീയവും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾക്ക് മേലുള്ള ആരോപണങ്ങൾ അത് മുതലെടുക്കാൻ തന്നെയാണ് BJP ശ്രമിക്കുന്നത്. CPM-ലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമുള്ള CPM പ്രാദേശിക നേതാക്കൾ തങ്ങളുടെ പാളയത്തിൽ എത്തുമെന്നും BJP കരുതുന്നു. മുതിർന്ന നേതാക്കളായിരിക്കും CPM പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുക. PK കൃഷ്ണദാസിനായിരിക്കും ഏകോപന ചുമതല. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഒട്ടുമിക്കയിടങ്ങളിലും അടുത്ത തെരഞ്ഞെടുപ്പോടെ ചുവടുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. തോൽവിയെക്കുറിച്ച് CPM ജില്ലാ കമ്മിറ്റികളിൽ നടത്തിയ വിലയിരുത്തലുകളെല്ലാം BJP-യുടെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചു. സ്വയം വിമർശനമുണ്ടെങ്കിലും BJP-യെ എങ്ങനെ തടയാമെന്നത് പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ CPM-ന് വ്യക്തമായ കാഴ്ചപ്പാടില്ല. പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ കൂടുതൽ അനുകൂലമാക്കാനുള്ള ശ്രമം BJP നടത്തുമ്പോഴും അതിന് തടയിടാനുള്ള വ്യക്തമായ പദ്ധതികൾ CPM മാത്രമല്ല, കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും അതിനുള്ള ബാധ്യതയുണ്ട്. അവരും ആലോചിക്കണം. വർഗീയ ഫാസിസ്റ്റ് കക്ഷിയായ BJP-യുടെ വളർച്ച എല്ലാ പാർട്ടികൾക്കും ദോഷമാണ്. അത് CPM-ന്റെ മാത്രം ചുമലിൽ കൊണ്ടുവച്ചിട്ട് തടിയൂരാനും ഗാലറിയിലിരുന്ന് കളി കാണാനും കോൺഗ്രസ് ശ്രമിക്കരുത്. കൂടുതൽ ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത്. അത് തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് BJP. അടുത്തു തന്നെ നടക്കുന്ന പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിൻ്റെ ടെസ്റ്റ് ഡോസ് ആയിരിക്കുമെന്ന് BJP നേതാക്കൾ തന്നെ പറയുന്നു.